പിളർന്നു പോകുന്ന സമയത്ത് ഹുസൈൻ മടവൂരൊക്കെയാണ് അതിൻ്റെ തർക്കത്തിൽ തുടക്കക്കാർ. ഇപ്പോൾ ആ ഹുസൈൻ മടവൂരൊക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ട്. തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ അന്ന് ഭിന്നിച്ചു പോകാനുണ്ടായ ചില കാരണങ്ങളുണ്ടായിരുന്നല്ലോ. അന്ന് ഭിന്നിച്ചു പോകുമ്പോഴും ഇത് ഒരു സുപ്രഭാതത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ഭിന്നിപ്പിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഒരു സുപ്രഭാതത്തിൽ ഭിന്നിച്ചു പോയതല്ല ആരും, മറിച്ച് നിരന്തരമായ ചർച്ചകൾ ഈ വിഷയങ്ങളിലൊക്കെ നടന്നത് കാണാൻ കഴിയും. ഇപ്പോൾ മടവൂർ വിഭാഗമായി വേറിട്ട് പോയ ആ സമയത്ത് നടന്ന ചർച്ചകളും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഇരു വിഭാഗങ്ങളും. ആ പ്രബന്ധങ്ങൾക്ക് മറുപ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. എന്നിട്ട് ആ പ്രബന്ധങ്ങൾ വെച്ച് അന്നത്തെ പണ്ഡിത സഭ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അതിൽ സംവാദങ്ങൾ നടന്നു പരസ്പരം. അതിനുശേഷം പണ്ഡിത സഭ തീരുമാനങ്ങളെടുത്തു. ഈ തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമാണ് ഇതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയും പിന്നെ സംഘടനാപരമായ ചില കാര്യങ്ങളുമായി ഇത് തീരുമാനിക്കാതെ പിന്നെ പുറത്തു പോവുകയും ഇതിന് വിരുദ്ധമായ ആശയങ്ങൾ പറയാൻ തുടങ്ങുകയും ചെയ്തു. സ്വാഭാവികമായും ഐക്യം നടക്കാൻ തുടങ്ങുമ്പോൾ ഐക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ഇരുത്തത്തിൽ തന്നെ ചർച്ചയിൽ തന്നെ ഉയർന്നു വന്ന ഒരു കാര്യം, നമ്മൾ ജമിയത്തുൽ ഉലമ നമ്മുടെ മുമ്പിലെടുത്ത തീരുമാനമുണ്ട്. ഈ തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കിയേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഐക്യവുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തത് എന്താണ് എന്ന് അന്നത്തെ മർക്കസ് ദേവ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ചോദിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു, പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു, വീക്ഷണങ്ങൾ പറഞ്ഞു. അതിൽ ഈ പറഞ്ഞ എല്ലാറ്റിനും അടിസ്ഥാനപരമായുള്ള നിലപാടുകൾ, സ്വഹീഹ് ഹദീസുകൾ സ്വീകരിക്കണം എന്നുള്ള നിലപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തി അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഐക്യമുണ്ടാകുന്നത്. വ്യക്തിപരമായ ആളുകൾക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായങ്ങളുണ്ടാകും, പക്ഷേ സംഘടനയുടെ നിലപാട് കേരള ജമിയത്തുൽ ഉലമ ആ വിഷയത്തിൽ പറഞ്ഞതാണ്.